മക്ക വിജയം നേടിയതിനു ശേഷം ഏകദേശം 60-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബികളോടൊപ്പം ഒരു സ്ഥലത്തേക്ക് യാത്രയായി. അത് അബവാഹ് എന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ ഒരു പഴയ കബറിടം, അതിനരികിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷം തേങ്ങി തേങ്ങി കരയുന്നു. ഇത് കണ്ട സഹാബികളും കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത് ആരുടെ ഖബറാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഇത് എൻ്റെ മാതാവിൻ്റെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബറിടമാണെന്ന്. ആ ഉമ്മ ആമിന ബീവി. നബിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഉമ്മയെ നഷ്ടപ്പെടുന്നത്. അതിനു മുൻപ്, നബിയുടെ ജനനത്തിന് മുൻപ് 1-2 മാസങ്ങൾക്ക് മുൻപ് നബിയുടെ പിതാവായ അബ്ദുള്ളയും മദീനയിൽ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. പിതാവിൻ്റെ ഖബർ സന്ദർശിക്കാനും ബന്ധുമിത്രാദികളെ കാണാനും മക്കയിൽ നിന്ന് മദീനയിലേക്ക് കുട്ടിയായ നബിയെയും തൻ്റെ പരിചാരികയായ ഉമ്മു ഐമനോടുമൊപ്പം ആമിന ബീവി യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ട് അവിടെ എല്ലാവരെയും സന്ദർശിച്ച് തിരികെ മക്കയിലേക്ക് തന്നെ വരുന്ന വഴിയിൽ ആമിന ബീവിക്ക് രോഗം പിടിപെടുകയും അബവാഹ് എന്ന സ്ഥലത്തെത്തുമ്പോൾ മരണപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരെ അവിടെ ഖബറടക്കുകയാണ്. ആമിന ബീവിയെ അബവാഹ് എന്ന സ്ഥലത്ത് ഖബറടക്കുകയാണ്. ആമിന ബീവിയുടെ ഖബറിടം അബവാഹിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഏതെന്നോ എവിടെയാണെന്നോ ഉള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിശ്ചയമില്ല. അത് അബവാഹിൽ തന്നെയാണെന്ന് മാത്രം അറിയാം. നബി കരഞ്ഞ സ്ഥലങ്ങളിൽ, വിങ്ങിപ്പൊട്ടി കരഞ്ഞ സ്ഥലങ്ങളിൽ ഒന്ന് അബവാഹാണെന്നും അത് തൻ്റെ മാതാവായ ആമിന ബീവിയുടെ ഖബറിടത്തിനരികിലാണെന്നും നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. 6 വയസ്സിൽ നഷ്ടപ്പെട്ട ഉമ്മയുടെ സ്നേഹം 60 വയസ്സായിട്ടും നബി മറന്നിട്ടില്ല. ആ ഖബറിനരികിൽ അദ്ദേഹം ഇരുന്ന് കരയുന്നു. ഇതാണ് മകൻ്റെ ഹൃദയം. ഇതാണ് ഒരു ഉമ്മയുടെ മഹത്വം. ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മാതാപിതാക്കളോട് നന്മ കാണിക്കുക, നിങ്ങളുടെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ജീവിതത്തിലെ വലിയൊരു സത്യമാണ് ഉമ്മ. അതൊരു അനുഗ്രഹം മാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള വഴി കൂടിയാണ്. അതൊരു പഴയ കബറിടമായിരുന്നാലും നബിയുടെ കണ്ണുനീർ കാണുമ്പോൾ അതൊരു പുതിയ വേദനയായി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു സാധാരണ സ്നേഹമല്ല, ഒരു ഉമ്മയോടുള്ള ഒരു മകൻ്റെ ആഴമുള്ള സ്നേഹമാണ്. ചില വർഷങ്ങൾ മാത്രം കൂടെ ഉണ്ടായിരുന്ന ആ ബന്ധം ജീവിതം മുഴുവൻ നബിയുടെ ഹൃദയത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. മാതാവ് നമ്മൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അവർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ആ ശൂന്യത ഒരിക്കലും നിറയില്ല. നിങ്ങളുടെ ഉമ്മ ഇന്നും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്നു തന്നെ അവളെ വിളിക്കൂ, സ്നേഹത്തോടെ സംസാരിക്കൂ. കാരണം നാളെ എന്നത് ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല. 6 വയസ്സിൽ ഉമ്മയെ നഷ്ടപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഓർമ്മയിൽ കരഞ്ഞപ്പോൾ നമ്മൾക്കും അതൊരു പാഠം തന്നെയാണ്. നമ്മുടെ ഉമ്മമാരെ അള്ളാഹു കരുണയോടെ കാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. മരിച്ചുപോയ ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും ജന്നത്തും നൽകട്ടെ. ആമീൻ.